ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാവിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാലും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയാലും ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും സുദിനങ്ങളാണ്. ഒരു ട്രെയിൻ യാത്രയിൽ TTR ഇപ്രകാരം അനൗൺസ് ചെയ്തുകൊണ്ട് കമ്പാർട്ട്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ്. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥരെ തെളിവുമായി വരികയാണെങ്കിൽ തരാം. ഓരോ കമ്പാർട്ട്മെൻറ്റുകളും കയറിയിറങ്ങി TTR ഈ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് പോയിരിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു 60 വയസ്സുള്ള ഒരു വ്യക്തി ഈ TTRൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. TTRനോട് ആ വ്യക്തി പറയുകയാണ്, സർ, താങ്കളുടെ കയ്യിലിരിക്കുന്ന പേഴ്സ് എൻ്റെയാണ്. അപ്പോൾ ആ TTR ചോദിച്ചു, അതിനെന്താണ് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി TTRനോട് പറഞ്ഞു, ആ പേഴ്സിൻ്റെ ഉള്ളിൽ ഫോട്ടോയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ TTR ചോദിച്ചു, അതൊരു തെളിവാണോ? പക്ഷെ അത് സാധാരണ ഫോട്ടോയല്ല, അസാധാരണമായൊരു ഫോട്ടോയാണ്. അത് ആ പേഴ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു എന്ന് സാറിന് അറിയാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. TTR നോക്കിയപ്പോഴേക്കും ട്രെയിൻ ഇനിയും ധാരാളം സ്റ്റേഷനുകൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു, ധാരാളം സമയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് TTR പറഞ്ഞു, താങ്കളുടെ കഥ പറഞ്ഞുകൊള്ളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ TTR തൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയെ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ അല്ലെങ്കിൽ ജീവിതാനുഭവം കേൾക്കാനായിട്ട് തയ്യാറെടുത്തു. ആ വ്യക്തി TTRനോട് പറഞ്ഞു, സർ, ഈ പേഴ്സ് എൻ്റെ അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എൻ്റെ അമ്മ എനിക്ക് സമ്മാനമായി നൽകിയ പേഴ്സാണ് ഇത്. അമ്മ എനിക്ക് തന്നതുകൊണ്ട്, അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ ഈ പേഴ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്നും കോളേജിൽ പോകുമ്പോൾ ഈ ഫോട്ടോ നോക്കും. കാരണം അദ്ദേഹം ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പേഴ്സ് നോക്കി അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കും, അമ്മയോട് സംസാരിക്കും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറേ വർഷം കഴിഞ്ഞപ്പോഴേക്കും, 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു പ്രണയ ബന്ധത്തിലായി. ഒരു പെൺകുട്ടിയുമായി അദ്ദേഹത്തിന് പ്രണയം തോന്നി. ആ പെൺകുട്ടിയോട് സംസാരിച്ചു, ആ പെൺകുട്ടിയോട് കൂടെ ഇരിക്കുവാനായിട്ടൊക്കെ ആഗ്രഹിച്ചു. സാവധാനം ഈ പേഴ്സിൽ നിന്നും അമ്മയുടെ ഫോട്ടോ എടുത്തു മാറ്റി തൻ്റെ കാമുകിയുടെ, പ്രണയിനിയുടെ ഫോട്ടോ അദ്ദേഹം ഈ പേഴ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. കുറേ വർഷങ്ങൾ അവർ പ്രണയിച്ചു. അദ്ദേഹത്തിന് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടി, ഇദ്ദേഹത്തിൻ്റെ കാമുകി, ഇദ്ദേഹത്തെ തേച്ചിട്ട് കടന്നുപോയി. പ്രണയബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അദ്ദേഹം ആകെ നിരാശനായി. എങ്കിലും അദ്ദേഹത്തിന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൻ്റെ പേഴ്സിൽ നിന്നും ആ കാമുകിയുടെ ഫോട്ടോ അദ്ദേഹം എടുത്തു മാറ്റി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ നടന്നു. കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ ഫോട്ടോ എടുത്ത് ഈ പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചു. അദ്ദേഹം അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അദ്ദേഹത്തിന് കുട്ടിയുണ്ടായി. ഒരു പെൺകുട്ടിയാണ് ജനിച്ചത്. ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഈ പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചു.
കാലങ്ങൾ കടന്നുപോയപ്പോഴേക്കും ഭാര്യയും മകളും ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം മദ്യത്തിന് അടിമയായിട്ട് മാറുന്നു, ജോലി നഷ്ടപ്പെടുന്നു, നിരാശനാകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഉടലെടുക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചിന് ജീവിച്ചിട്ട് കാര്യമില്ല, രോഗിയായി, എൻ്റെ ആരോഗ്യം നശിച്ചു, ഇനി എന്നെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ല, കുടുംബത്തിനോ വീട്ടുകാർക്കോ ജീവിത പങ്കാളിക്കോ അവരൊക്കെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ പുറന്തള്ളി, എനിക്ക് ആരുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം, മരിച്ചേക്കാമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അങ്ങനെ മരണത്തിന് തയ്യാറെടുത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് മരിച്ചേക്കാം. അങ്ങനെ ഒരു ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മരിക്കാമെന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തി. അങ്ങനെ അദ്ദേഹം ഒരു ദേവാലയത്തിൽ ചെന്നു. ആ ദേവാലയത്തിൽ കയറിയപ്പോൾ മാതാവിൻ്റെ രൂപമാണ് അദ്ദേഹത്തെ സ്പർശിച്ചത്, അദ്ദേഹം ദർശിച്ചത്. അദ്ദേഹം മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു, അമ്മേ, എന്നെ ആർക്കും വേണ്ട, എൻ്റെ കുടുംബത്തിന് വേണ്ട, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ട, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ട, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി, ഞാനൊരു രോഗിയായി മാറിയിരിക്കുകയാണ്, എനിക്കിനി ജീവിക്കണ്ട. അപ്പോൾ ആ മാതാവിൻ്റെ രൂപത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്. ആര് പറഞ്ഞു നിന്നെ ആർക്കും വേണ്ട എന്ന്? എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്നൊരു അശരീരി ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വികാരിയച്ഛനെ കാണുന്നു. വികാരിയച്ഛൻ ഇദ്ദേഹത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു. എന്നിട്ട് ഒരു പടം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. മോനെ, നീ ഈ പടം നിന്റെ പേഴ്സിൽ വെച്ചുകൊള്ളൂ, നിനക്കിത് ഉപകാരപ്പെടും, അനുഗ്രഹമായിട്ട് മാറും, നിന്റെ വേദനകളും വിഷമങ്ങളും എല്ലാം ഇത് പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ പടം അദ്ദേഹം ആ പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നും അത് നോക്കി പ്രാർത്ഥിക്കും. അത് മറ്റൊന്നുമല്ലായിരുന്നു, അത് മാതാവിൻ്റെ, ലൂർദ് മാതാവിൻ്റെ ഒരു ചിത്രമായിരുന്നു. ആ TTR ആ പേഴ്സ് നോക്കിയപ്പോഴേക്കും ലൂർദ് മാതാവിൻ്റെ ചിത്രം കാണുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്നിട്ട് TTRനോട് ഈ വ്യക്തി പറയുകയാണ്, എൻ്റെ സാറേ, ഞാനിപ്പോൾ രോഗിയല്ല, എൻ്റെ ക്യാൻസർ രോഗം മാറി. കാരണം ഞാൻ ഈ ചിത്രത്തിലെ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ലൂർദ് മാതാവ് സൗഖ്യം തരുന്ന വ്യക്തിയാണ്, അമ്മയാണ്. ആ അമ്മയുടെ മുൻപിൽ, അമ്മയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ 9 ദിവസം മുടങ്ങാതെ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ രോഗം മാറി, ഞാൻ ആരോഗ്യം വീണ്ടെടുത്തു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിരാശയാണ്, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടമാണ്, ആരും എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നൊക്കെയുള്ള ദുഃഖമാണ്, എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ അറ്റുപോയി. എങ്കിലും എനിക്കിപ്പോൾ ജീവിക്കണമെന്നൊരു തോന്നലുണ്ട്. അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വീണ്ടും അസ്വസ്ഥതയായി. സാറിൻ്റെ കയ്യിലിരിക്കുന്ന പേഴ്സ് എൻ്റെയാണ് എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് വാദിക്കുകയാണ്. ആ പേഴ്സ് TTR അദ്ദേഹത്തിന് വെച്ച് കൊടുക്കുകയാണ്. ആ TTRനെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാധീനിക്കുകയുണ്ടായി. അമ്മയുടെ ചിത്രം അത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ആ TTRൻ്റെ ജീവിതത്തിൽ നൽകുകയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, ഈ വ്യക്തിയുടെ വാക്കുകളിലൂടെ അമ്മയെ കൂടുതൽ അറിയുവാനായിട്ട്, അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ആ TTR പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, സംഭവകഥ അവിടെ തീരുകയാണ്. നമ്മൾ മാതാവിൻ്റെ, ലൂർദ് മാതാവിൻ്റെ മക്കളാണ്. അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുവാനായിട്ട് ഇന്ന് തിരുനാൾ ദിനം നമ്മളിന്ന് കൊണ്ടാടുകയാണ്. തീർച്ചയായിട്ടും ഈ തിരുനാൾ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ലൂർദ് മാതാവിലൂടെയും വിശുദ്ധ സെബസ്ത്യാനോസിലൂടെയും ദൈവം നമുക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. തിരുനാൾ ദിനങ്ങൾ തിരിച്ചറിവിൻ്റെ ദിനങ്ങളാണെന്നാണ് പറയപ്പെടുക. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവം ഈ ഇടവകയിലൂടെ, പരിശുദ്ധ ലൂർദ് മാതാവിലൂടെ, വിശുദ്ധ സെബസ്ത്യാനോസിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹോസിയയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം ഈ തിരുനാൾ ദിനങ്ങളിൽ വർഷിച്ചിട്ടുണ്ട് എന്ന് അച്ഛന് പൂർണ്ണ ബോധ്യമുണ്ട്.
അതുകൊണ്ട് ഇതൊരു തിരിച്ചുവരവിൻ്റെ ദിവസങ്ങളാണ്. തിരുനാൾ ദിവസങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട്, അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട്, അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അകന്നുപോയ ആളുകളെയെല്ലാം കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഈ തിരുനാൾ അനുഗ്രഹീതമായിട്ട് മാറുക. അതുപോലെ തിരുത്തേണ്ടതായ മേഖലകളിൽ തിരുത്തപ്പെടുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ തിരുത്തപ്പെടേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. എൻ്റെ വിശ്വാസ ജീവിതം ആഴത്തിൽ ബലപ്പെടുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് തിരുനാൾ ആഘോഷങ്ങളെല്ലാം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ടാണ്. പരിശുദ്ധ അമ്മയിലും വിശുദ്ധ സെബസ്ത്യാനോസിലും വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങളാണ് വിശ്വാസവും പ്രത്യാശയും ഒക്കെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകുന്നത്, തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും ധന്യമായിട്ട് മാറുക. അതുകൊണ്ട് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വസിച്ച് ആശ്രയിക്കുവാനായിട്ട് ദൈവത്തിലും ദൈവവചനത്തിലും ദൈവീക വാഗ്ദാനത്തിലും ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയായിട്ട് മാറുക. എനിക്ക് ദൈവത്തിലും ദൈവവചനത്തിലും ദൈവീക വാഗ്ദാനത്തിലുമൊക്കെ വിശ്വാസം വളരുകയാണോ കുറയുകയാണോ ചെയ്യുക? ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ബലിയർപ്പിക്കുവാനായിട്ട് ഒക്കെ താല്പര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈ തിരുനാളുകൾ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് നോക്കുമ്പോൾ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ സമ്പന്നനാണോ, ദരിദ്രനാണോ, സുന്ദരനാണോ, സുന്ദരിയാണോ, കഴിവുള്ളവളാണോ, ജോലിയുള്ളവനാണോ, ജോലിയില്ലാത്തവനാണോ എന്നല്ല ദൈവം നോക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതെന്താണ്? ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ദൈവം നോക്കുക. വിശ്വാസമുള്ള വ്യക്തിയെ കാണുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമാണ്. കാരണം അവൻ എൻ്റെ മകനാണ്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എന്നെ തേടുന്നുണ്ട്, എന്നിൽ ആശ്രയിക്കുന്നുണ്ട് എന്ന് ഈശോയ്ക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ശതാധിപൻ്റെ അനുഭവം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശതാധിപൻ തൻ്റെ ഭൃത്തിന് വേണ്ടിയിട്ട് അപേക്ഷയുമായിട്ട് ഈശോയുടെ അടുത്ത് വരികയാണ്. അപ്പോൾ ഈശോയുടെ അടുത്ത് വരുമ്പോൾ ആ ശതാധിപൻ്റെ വിശ്വാസം കണ്ട് ഈശോ ആ ഭൃത്തിനെ സുഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ഇനി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, വിദൂരങ്ങളിൽ വിദേശങ്ങളിൽ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, അവർക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശതാധിപനെ പോലെ വിശ്വാസത്തോടെ ഈശോയുടെ മുൻപിൽ, പരിശുദ്ധമ്മയുടെ മുമ്പിൽ, സെബസ്ത്യാനോസിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും. പ്രിയമുള്ളവരെ, വിശ്വാസമില്ലാത്തവരെ നോക്കിയാണ് ഈശോ ശകാരിക്കുന്നതും ശാസിക്കുന്നതുമെല്ലാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുവാനായിട്ട് അപേക്ഷയുമായിട്ട് പിതാവ് വരികയാണ്. പിതാവ് ഈശോയുടെ ശിഷ്യന്മാരെ സമീപിച്ചു, പക്ഷെ അവർക്ക് സുഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈശോയുടെ അടുത്ത് വന്നപ്പോഴേക്കും ഈ പിതാവ് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ രോഗിയെ സുഖപ്പെടുത്ത്. അപ്പോൾ ഈശോ ചോദിച്ചു, കഴിയുമെങ്കിലോ? വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? പ്രിയമുള്ളവരെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈശോയ്ക്ക് വേദന ഉണ്ടാകുന്നത്, ഈശോ വിഷമിക്കുന്നത്, ദുഃഖിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആഴത്തിൽ ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഈ തിരുനാൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് പ്രത്യാശയുടെ പ്രവാചകരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഇപ്പോൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലവിധ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, ഒത്തിരിയേറെ തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. ഏറ്റവും വേഗത്തിൽ ഇന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസ് ആയിട്ട് നിരാശ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ സെബസ്ത്യാനോസിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിരാശകളെല്ലാം മാറും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ
ശക്തമായ മാധ്യസ്ഥം അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. മലയാളികൾക്ക് മറക്കാനാവാത്തൊരു വിശുദ്ധനാണ് സെബസ്ത്യാനോസ്. ഏതൊക്കെ ഇടവകളിൽ തിരുനാൾ ആഘോഷങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ആ ഇടവക മധ്യസ്ഥനോട് ചേർന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ അവർ ആഘോഷിക്കും. ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഇടവക സമൂഹം ആഘോഷിക്കും. അതിന് കാരണം എന്താണ്? മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. കാരണം അദ്ദേഹം ഒരു അൽമായനായിരുന്നു, ധീര രക്തസാക്ഷിയായിരുന്നു. സഹനങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ ക്രിസ്ത്യാനികളെ ശക്തിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം നമ്മുടെ പൂർവികർക്ക് വലിയ ആശ്രയമായിരുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മുടെ പൂർവികര് അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ പന്നം, പട, വസന്ത. ഇവയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശക്തമായ മാധ്യസ്ഥം സഹായകമായിരുന്നു എന്നാണ് ചരിത്രം പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ ഇടവകയിൽ ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വന്ന വഴിയും ഉണ്ട ചോറും മറന്നുപോയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. വന്ന വഴിയും ഉണ്ട ചോറും മറന്നു പോകുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. ഇപ്പോൾ ജോലിയായി, വരുമാനമായി, വീടായി, സാമ്പത്തികമായി മെച്ചപ്പെട്ടു, എല്ലാ നിലയിലും സുഭിക്ഷതയിൽ, സമ്പന്നതയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വന്ന വഴികൾ മറന്നുപോയേക്കാം. പക്ഷേ ഈ ലൂർദ് മാതാ ഇടവകയിലെ ജനങ്ങൾ വന്ന വഴിയും ഉണ്ട ചോറും മറക്കാതെ നന്ദിയോടെ വന്ന വഴികളെ തിരിച്ചറിഞ്ഞ് അനുസ്മരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശക്തമായ മധ്യസ്ഥം നമ്മൾ യാചിക്കുമ്പോൾ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയിൽ അമ്പെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജോലി മേഖലകൾക്ക് വേണ്ടി, വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈ വിശുദ്ധന്റെ ശക്തമായ സാന്നിധ്യം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലും കടന്നു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിശുദ്ധനിൽ ആശ്രയിക്കണം, വിശുദ്ധന്റെ മാധ്യസ്ഥം നമ്മൾ തേടണം. തീർച്ചയായിട്ടും വിശുദ്ധനിലൂടെ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന വിശ്വാസവും ആ പ്രത്യാശയും സഹനവുമെല്ലാം നമുക്ക് കൈമുതലാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 5 അനുഗ്രഹങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അമ്മ ചൊരിയുക. ആ 5 അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തിരുനാൾ സന്ദേശം അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മയോട്, ലൂർദ് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊക്കെ അമ്മ നൽകുന്ന വലിയ സമ്മാനമാണ്, അനുഗ്രഹമാണ് സമാധാനം. കാരണം പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് സമാധാനത്തിൻ്റെ രാജ്ഞി എന്നാണ്. ഇന്ന് അസമാധാനത്തിലാണ് പല മക്കളും ജീവിക്കുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നമ്മുടെ സമാധാനക്കേട് പരിശുദ്ധ അമ്മയോട് പറയുക. അമ്മ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഇടവകയിൽ സമാധാനം നൽകിക്കൊണ്ട് സമാധാനത്തിൻ്റെ രാജ്ഞിയായിട്ട് അമ്മ നമ്മുടെ ഇടയിൽ കടന്നു വരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഇന്നേ ദിനം നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം, നമ്മുടെ മക്കളുടെ സമാധാനം ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കാരണം പലരുടെയും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ ദുശീലങ്ങൾ മൂലം, എൻ്റെ ചിന്തകൾ മൂലം, എൻ്റെ പ്രവൃത്തികൾ മൂലം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ സമാധാനം കൊടുക്കുന്ന വ്യക്തിയായിട്ടാണോ അതോ അസമാധാനം കൊടുക്കുന്ന വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിക്കുക? നമ്മൾ ധ്യാനിക്കണം, ചിന്തിക്കണം. തിരുനാൾ ദിനത്തിൽ ഞാൻ കാരണം, എൻ്റെ പ്രവൃത്തി കാരണം, എൻ്റെ ജീവിതം കാരണം ആരും വേദനിക്കുവാനായിട്ടിടയാകരുത്, ആരുടെയും സമാധാനം നഷ്ടപ്പെടുത്തുവാനായിട്ട് എൻ്റെ ജീവിതം വിട്ടുകൊടുക്കാനായിട്ട് അനുവദിക്കരുത് എന്ന് ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധമ്മ നമുക്ക് തരുന്ന സന്ദേശം, അനുഗ്രഹം എന്ന് പറയുന്നത് സമൃദ്ധിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, കാനായിലെ കല്യാണ വീട്ടിൽ ആ കുടുംബം ഒരു കുറവിലൂടെ കടന്നു പോവുകയാണ്, ഒരു ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, വീഞ്ഞില്ലാതെ ഒരു വിവാഹ വിരുന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അമ്മ ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ കുറവിൻ്റെ മീതെ അമ്മ നിറവായി മാറുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം വഴി ആ കുടുംബത്തിൻ്റെ കുറവ് ഈശോ പരിഹരിക്കുന്നു, ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ആ കുടുംബത്തിന് സമൃദ്ധി ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട്. ഏത് കുറവാണ് എൻ്റെ കുടുംബത്തിലുള്ളത്? സ്നേഹത്തിൻ്റെ കുറവാണോ? ക്ഷമയുടെ കുറവാണോ? ഏത് കുറവാണ് എങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധ ലൂർദ് മാതാവ് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും.
മൂന്നാമതായിട്ട് പരിശുദ്ധമ്മ ലൂർദ് മാതാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സൗഖ്യം. നമുക്കറിയാം, ലൂർദിൽ പരിശുദ്ധമ്മ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ അവിടെയെല്ലാം വലിയ സൗഖ്യം നടന്നു, രോഗശാന്തികൾ നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. നമ്മുടെ ഈ ലൂർദ് ഇടവകയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള, ഇവിടെ വന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചിട്ടുള്ള എത്രയോ മക്കൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തു. തീർച്ചയായിട്ടും ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളെയും രോഗപീഠകളെയും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ രോഗികളുടെ നാഥയാണ്. ഏത് രോഗമാണോ നീ അനുഭവിക്കുന്നത്, നീ കുടുംബത്തിൽ അനുഭവിക്കുന്നത്, ആ രോഗങ്ങൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടും, അനുഗ്രഹം കിട്ടും. നാലാമതായിട്ട് പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് സഹിക്കുവാനുള്ള വലിയ ശക്തി നമുക്ക് ലഭിക്കുവാനായിട്ടാണ്. ആ ഒരു വലിയ കൃപയാണ് ദൈവം പരിശുദ്ധമ്മയിലൂടെ നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും സഹിക്കുമ്പോൾ, സഹനം വരുമ്പോൾ വഴിമാറിപ്പോവുകയാണ്. എനിക്ക് സഹിക്കണ്ട, എനിക്ക് സഹനം ഏറ്റെടുക്കണ്ട, എനിക്കിത് വഹിക്കാനുള്ള എത്രയും വേഗം ഇത് മാറ്റിത്തരണമെന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും തിക്താനുഭവങ്ങളും നിന്ദനങ്ങളും അവമാനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പരിശുദ്ധമ്മ എന്താ ചെയ്തത്? അതെല്ലാം സഹിക്കുവാനുള്ള ശക്തി അവൾക്ക് ദൈവം പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവൾക്ക് സഹനങ്ങളെ സമചിത്തതയോടെ നേരിടുവാനുള്ള കൃപ ലഭിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട വലിയൊരു പുണ്യമാണ് സഹനശക്തി. എനിക്ക് സഹിക്കുവാനായിട്ട് ജീവിത പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ശക്തി, കരുത്ത് എനിക്ക് തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. അഞ്ചാമതായിട്ട് പരിശുദ്ധമ്മ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ് സംരക്ഷണം, ദൈവികമായ സംരക്ഷണം. സാത്താൻ്റെ തലയെ തകർത്ത, പിശാചിൻ്റെ തലയെ തകർത്ത പരിശുദ്ധമ്മ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലുമൊക്കെ കടന്നു വരുന്ന തിന്മയുടെ എല്ലാ ശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ അമ്മ ചവിട്ടി മെതിക്കും. പ്രിയമുള്ളവരെ, ഒത്തിരി കാര്യങ്ങൾ അച്ഛന് പറയാനുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അമ്മച്ചിക്ക് 5 മക്കളാണ്. അമ്മച്ചിയുടെ 5 മക്കളും 5 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, മക്കളെ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അമ്മ ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഓരോ രഹസ്യവും ഓരോ മക്കൾക്കും വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അമ്മ. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് അവിടെ പോയി മക്കളുടെ കൂടെ നിൽക്കാനോ അവരെ സഹായിക്കുവാനോ അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനോ സാധിക്കത്തില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അതിന് കഴിയും. എൻ്റെ അമ്മയോട് എൻ്റെ മക്കളുടെ വേദനകൾ, വിഷമങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് വേണ്ടി അവിടെ ചെന്ന് അവരെ സഹായിക്കും, അവരെ സംരക്ഷിക്കുമെന്നാണ് ഈ അമ്മച്ചിയുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മളും ഈ അമ്മച്ചിയെ പോലെ വിശ്വാസമുള്ളവരാണ്. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന തിന്മയുടെ എല്ലാ ശക്തികളെയും പരിശുദ്ധമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ നീങ്ങിപ്പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും സൗഖ്യവും സഹനശക്തിയും ദൈവികമായ സംരക്ഷണവുമെല്ലാം പരിശുദ്ധമ്മയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ശക്തമായ മധ്യസ്ഥതയാൽ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിട്ട് ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. അത് തിരുനാൾ ആഘോഷങ്ങൾ കൂട്ടായ്മയുടെ ആഘോഷങ്ങളാണ്. നമ്മളൊരു കുടുംബമായിട്ടാണ്, ഇടവക കുടുംബം ഒരുമിച്ചാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. ഇതിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, വിദൂരങ്ങളിൽ ഉള്ളവർക്ക് ലൈവായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും മറ്റെല്ലാം. അവരവിടെ ഇരുന്നു കൊണ്ട് നമ്മളോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരും ഈ ഇടവക കൂട്ടായ്മയോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇന്ന് ഐക്യത്തിന് പകരം അനൈക്യങ്ങൾ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. ഈ തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഐക്യം ഒന്നിനൊന്നിന് ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. തിരുനാൾ ആഘോഷങ്ങൾ ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അവസരങ്ങളായിട്ട് നമ്മൾ മാറ്റുവാനായിട്ട് ഇടയാകണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഐക്യം, ഒരുമ, കൂട്ടായ്മ സംജാതമാകുവാനായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധമ്മയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഐക്യം സംജാതമാകാൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.